ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിയലിഷ് മൈ ലൈഫ്. നമ്മളിപ്പോൾ ഈദൊക്കെ ആയി തുടങ്ങിയില്ലേ, അപ്പോൾ എല്ലാവരും ഡിസേർട്ട്സ് എന്ത് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നോക്കി നടക്കാമല്ലോ അല്ലേ. കുനാഫ എന്നും ട്രെൻഡിങ് ആണ്. അപ്പോൾ നമുക്ക് കുനാഫ വെച്ചിട്ട് തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഡിസേർട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. കുനാഫ ക്രീം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അതായത് നമ്മൾ നോർമലി കുനാഫ ഉണ്ടാക്കുമ്പോൾ നമുക്കത് ബേക്ക് ചെയ്തെടുക്കുകയൊക്കെ വേണ്ടേ. ഇപ്പോൾ നമുക്ക് ബേക്ക് ചെയ്യുകയൊന്നും ചെയ്യാതെ എങ്ങനെ എളുപ്പത്തിൽ ഒരു കുനാഫ ക്രീം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. കുനാഫ വെച്ചിട്ടുള്ള ഈ ഡെസേർട്ട്സിൻ്റെ കുറച്ച് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. ന്യൂട്ടെല്ല, ലോട്ടസ് ബിസ്കോഫ്, പിസ്ത സോസിൻ്റെ ഒക്കെ സോസസിൻ്റെ റെസിപ്പീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത് തന്നെ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് നോ ബേക്ക് കുനാഫ ക്രീമിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോഴത്തേക്കും ചെറുനാരങ്ങയുടെ ഒരു സ്ലൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു കുങ്കുമം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. നന്നായി കുക്കായിട്ട് വരുമ്പോൾ ഇതിൻ്റെ കലക്കൊക്കെ മാറിയിട്ട് ക്ലിയർ ആവും സിറപ്പ്. ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഓറഞ്ച് ബ്ലോസം വാട്ടർ ഒഴിച്ചു കൊടുക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ഒഴിച്ചു കൊടുത്താലും മതി. 1 ടീസ്പൂൺ ഓറഞ്ച് ബ്ലോസം വാട്ടറാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ ഒരു തിക്നെസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. ഇനി ഈ സിറപ്പ് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് കുനാഫ ലെയർ റെഡിയാക്കണം. ഇപ്പോൾ ഞാനിത് സ്റ്റോർ ബോട്ട് കുനാഫയാണ്. ഹോം മെയ്ഡ് കുനാഫ ഡോവിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കുനാഫ ഡോ നമുക്ക് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒന്നല്ലെങ്കിൽ കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ചോപ്പറിൽ ഇട്ടിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. 3 കപ്പോളം കുനാഫ ഡോ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാൻ വെച്ചിട്ട് അതിൽ ഈ കുനാഫ ഡോ ഇട്ട് ഉരുക്കിയ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ നോ ബേക്ക് കുനാഫ ക്രീമാണ്. അപ്പോൾ നമ്മൾ കുനാഫയുടെ കുക്കിംഗ് എല്ലാം സ്റ്റൗ ടോപ്പിൽ ഇട്ടിട്ട് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം ഉരുക്കിയ ബട്ടർ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു സ്പാച്ചില വെച്ചിട്ടോ അതല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. കുനാഫയുടെ എല്ലാ സ്ട്രാൻഡ്സിലും ബട്ടർ എത്തുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഒരേപോലെ ഈവണായിട്ട് റോസ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി നമുക്ക് ഈ കുനാഫ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കുനാഫ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. നമ്മളിനി ഈ ചൂട് കൊടുക്കുന്ന തന്നെ 1/4 കപ്പ് പ്ലസ് ഒരു 1 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇനി ഏത് പാത്രത്തിലാണോ നമ്മൾ കുനാഫ ക്രീം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒരു ലെയർ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ചൂടോട് കൂടിയിട്ട് തന്നെ വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇവിടെ കാണിച്ചിട്ടുള്ളത് പോലെ തന്നെ ഒരു ലെയർ ഇട്ട് കൊടുത്ത് നന്നായിട്ട് പ്രസ്സാക്കിയിട്ട് സൈഡിൽക്കും കൂടിയിട്ട് ഒരു ലെയർ പോലെ ആക്കി പ്രസ്സാക്കി കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ ക്രീം ഉണ്ടാക്കിയിട്ട് ഈ ലെയറിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ലീക്കാവാതെ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സൈഡിലും ഒരു ലെയർ ആക്കിയിട്ട് ഉണ്ടാക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ കുനാഫയുടെ ബേസ് ലെയർ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ലെയർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരിയൊരു മധുരത്തിനുള്ള ക്രീമാണ് ഇപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് ക്രീം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ക്രീം ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് 1 ടിൻ ഹെവി ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഹെവി ക്രീമോ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ ടിൻ ക്രീമോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഹെവി ക്രീം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഹോം മെയ്ഡ് ഹെവി ക്രീം സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം 1 ടീസ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുനാഫയുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഈ ക്രീം നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കുനാഫ ലെയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള കുനാഫ ഡോവും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. മുകളിലത്തെ ലെയർ നന്നായിട്ട് പാക്കായിട്ട് നല്ല ലെവൽ ചെയ്തിട്ട് എടുക്കണം. മുകളിലേക്ക് ക്രീം പോയി പോകാൻ പാടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് നല്ല ഗ്യാപ്പൊക്കെ ഇല്ലാണ്ട് നന്നായിട്ട് ഫില്ല് ചെയ്യും. അതിന് ശേഷം നമുക്കിത് തണുക്കാൻ വെക്കാം. സെർവ് ചെയ്യുന്നതിന് മുന്നായിട്ട് നട്ട്സ് പൗഡറോ അല്ലെങ്കിൽ പിസ്തയുടെ പൗഡറോ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് പല വേരിയൻ്റായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതായത് ഇപ്പോൾ ഞാനിവിടെ പ്ലെയിൻ ക്രീമായിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ന്യൂട്ടെല്ല ക്രീം വേണമെന്നുണ്ടെങ്കിൽ ക്രീമിൽ ന്യൂട്ടെല്ല ആഡ് ചെയ്തിട്ട് ചോക്ലേറ്റ് ഫ്ലേവർ കൊടുത്ത് ന്യൂട്ടെല്ല ടോപ്പ് ചെയ്തിട്ട് അങ്ങനെ ആക്കിയെടുക്കാം. അതല്ല ലോട്ടസ് ബിസ്കോഫ് വേണമെന്നുണ്ടെങ്കിൽ ലോട്ടസ് ബിസ്കോഫ് ക്രീമിൽ ആഡ് ചെയ്തിട്ട് ലോട്ടസ് ബിസ്കോഫിൻ്റെ പൗഡറോ അല്ലെങ്കിൽ ഡ്രിപ്പിങ്സോ വെച്ചിട്ട് ടോപ്പ് ചെയ്തിട്ട് എടുക്കാം. പിസ്ത ആഡ് ചെയ്യാം, പിസ്ത ഫ്ലേവർ ആക്കിയിട്ട് റെഡി ആക്കിയിട്ട് എടുക്കാം. അങ്ങനെ പല ഫ്ലേവറിലായിട്ട് നമുക്ക് ചെയ്യാം. സെർവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പീസാക്കി കട്ടാക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സിറപ്പ് ഒഴിച്ച് കുറച്ച് നട്ട്സ് പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അതല്ല ഒരുപാട് മധുരം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ തന്നെയും കഴിക്കാം. നേരിയൊരു മധുരം കുനാഫയിലും അതേപോലെ ക്രീമിലും ഉണ്ടാവും. അപ്പോൾ അധികം മധുരം ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെ തന്നെ കഴിക്കാം. അതല്ല കുറച്ചും കൂടെ റിച്ച് ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ സിറപ്പ് ഒഴിച്ച് അതിൻ്റെ മുകളിൽ നട്ട്സ് പൗഡറും കൂടി ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോകൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.